സർവകലാശാല ക്യാമ്പസുകളിൽ രാഷ്ട്രീയ ഇടപെടൽ അവസാനിപ്പിക്കണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. വിദ്യാഭ്യാസ സമ്പ്രദായത്തെ രാഷ്ട്രീയവത്കരിക്കുന്നത് മുഴുവൻ സംവിധാനത്തെയും നശിപ്പിക്കുമെന്നാണ് ഗവർണർ പറഞ്ഞത്. ഓരോരുത്തർക്കും വ്യത്യസ്ത പ്രത്യയശാസ്ത്രങ്ങൾ ഉണ്ടാകാം. അവയെല്ലാം വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ അതിർത്തിക്ക് പുറത്ത് സംരക്ഷിക്കണമെന്നും ഗവർണർ പറഞ്ഞു. ആ വാക്കുകൾ കേൾക്കാൻ മതി. I may be having any political affiliation. I am keeping it outside the boundaries of this campus. Let us improve our education system. Let us improve our institution of university, education institution. Then I will give something to the society, keeping all these unnecessary flaws outside the campus. Let us improve ourselves. That is exactly what we want. This introspection has to be done. Today is the 30th anniversary. 30 years have passed. കണ്ണൂർ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ PM ഉഷ പദ്ധതി പ്രകാരം നടപ്പിലാക്കിയ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഗവർണർ. അജീഷ് ജയകുമാർ ചേരുകയാണ് കണ്ണൂരിൽ നിന്നും. അജീഷ്, മുൻപ് ഈ മലയാളം സർവകലാശാലയിലടക്കം അവിടെ നടന്ന നീക്കത്തിനെതിരെയൊക്കെ വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ അതങ്ങനെ നിൽക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഗവർണറുടെ ഈ പ്രസംഗത്തിലെ ഭാഗം എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. ഉറപ്പായിട്ടും. കാരണം ഗവർണറുടെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം നമുക്കറിയാം. അദ്ദേഹം നടത്തുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന് മുമ്പത്തെ പ്രതികരണങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്തായാലും ഇന്ന് കണ്ണൂർ സർവകലാശാലയുടെ 30ാം വാർഷിക ആഘോഷമായിരുന്നു. ഇപ്പം ഈ PM ഉഷ പദ്ധതിയുടെ ഭാഗമായി നവീകരിച്ച ചില പദ്ധതികളുടെ ഉദ്ഘാടനം കൂടിയായിരുന്നു. ഈ ഉദ്ഘാടന ചടങ്ങ് അതിൽ സംസാരിക്കുകയായിരുന്നു ഗവർണർ രാജേന്ദ്ര ആർലേക്കർ. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, അദ്ദേഹത്തിന്റെ വാക്കുകൾ. കണ്ണൂർ സർവകലാശാല സംസ്ഥാനത്തൊരു വലിയ സർവകലാശാലയാണ്. സംസ്ഥാനത്തിനകത്തും പുറത്തും അംഗീകാരം നേടാനായിട്ടുണ്ട്. ഓരോരുത്തർക്കും വ്യത്യസ്ത പ്രത്യയശാസ്ത്രങ്ങൾ ഉണ്ടായിരിക്കാം, അത് വ്യത്യസ്ത രാഷ്ട്രീയ ബന്ധങ്ങൾ ഉണ്ടായിരിക്കാം. അവയെല്ലാം നമ്മുടെ സർവകലാശാലയുടെ അതിർത്തിക്ക് പുറത്ത്, നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ അതിർത്തിക്ക് പുറത്ത് സൂക്ഷിക്കണമെന്നാണ് ഗവർണർ പറയുന്നത്. എനിക്ക് രാഷ്ട്രീയ ബന്ധമുണ്ടാകാം, ഞാനത് നിലനിർത്തും, പക്ഷെ ഞാനത് ക്യാമ്പസിന്റെ അതിരുകൾക്ക് പുറത്ത് മാത്രമാണ് സൂക്ഷിക്കുന്നതെന്നാണ് ഗവർണർ പറയുന്നത്. എന്ത് വില കൊടുത്തും ക്യാമ്പസുകളെയും സർവകലാശാലകളെയും രാഷ്ട്രീയവൽക്കരിക്കുന്നത് അവസാനിപ്പിക്കണമെന്നാണ് ഗവർണർ പറയണം. അല്ലെങ്കിൽ നമുക്ക് നല്ല ഭാവി ഉണ്ടാകില്ലെന്നും ഒരു ഭാവിയെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയില്ലെന്നും ഗവർണർ പറയുന്നുണ്ട്. ഈ ക്യാമ്പസുകളുടെ രാഷ്ട്രീയത്തെക്കുറിച്ച്, രാഷ്ട്രീയവൽക്കരണത്തെക്കുറിച്ച് മുമ്പും ഒരുപാട് ചർച്ചയുണ്ടായിട്ട് എന്തായാലും ഗവർണറുടെ ഭാഗത്തുനിന്ന് രാജേന്ദ്ര ആർലേക്കർ കേരളത്തിന്റെ ഗവർണറായി വന്നതിന് ശേഷം അദ്ദേഹം കണ്ണൂർ സർവകലാശാലയിൽ ആദ്യമായിട്ടാണ് നേരിട്ടെത്തുന്നത്. അപ്പോൾ മുമ്പ് ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിരുന്നപ്പോഴും കണ്ണൂർ സർവകലാശാല എത്തിയപ്പോൾ സമാനമായിട്ടുള്ള പ്രസ്താവനകൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടെന്ന് വലിയ വിവാദങ്ങളൊക്കെയാണ്. എന്തായാലും സമാനമായിട്ടുള്ള ഒരു നിലപാട് തന്നെയാണ് നിലവിലെ ഗവർണർ സ്വീകരിക്കുന്നത് എന്ന് വേണം നമുക്ക് അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. അതാണ്, ക്യാമ്പസുകളിൽ രാഷ്ട്രീയം വേണ്ട എന്ന അഭിപ്രായം തന്നെയാണ് ഈ ഗവർണറും പ്രകടിപ്പിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.